കൊച്ചി കലൂർ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷന് സമീപത്തെ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷിക്കാനുള്ള ദൗത്യം താൽക്കാലികമായി നിർത്തിവെച്ചു. 13 ദിവസത്തോളമായി പൂച്ച പില്ലറിൽ കുടുങ്ങിക്കിടക്കുകയാണ്. മെട്രോ സർവീസുകൾ നിർത്തിയ ശേഷം അർദ്ധരാത്രിയോടെ ദൗത്യം പുനരാരംഭിക്കും. കൊച്ചി മെട്രോയുടെ 555 നമ്പർ പില്ലറിൽ കഴിഞ്ഞ 15 ദിവസത്തോളം കുടുങ്ങിക്കിടന്ന പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പില്ലറിൽ പൂച്ച അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതായി ഓട്ടോറിക്ഷ ഡ്രൈവർമാർ കണ്ടിരുന്നു. എന്നാൽ താഴേക്കിറങ്ങാനോ സുരക്ഷിതമായി മാറാനോ കഴിയാത്തിടത്തായതോടെ രക്ഷപ്പെടാനാകാതെ പൂച്ച കുരുങ്ങി. ഉച്ചയോടെ രക്ഷാദൗത്യം ആരംഭിച്ചെങ്കിലും ഹൈഡ്രോളിക് ലിഫ്റ്റ് സംവിധാനം തകരാറിലായതോടെ നിർത്തിവെച്ചു. പോലീസും അനിമൽ റെസ്ക്യൂ ടീമും ദൗത്യത്തിലുണ്ടായിരുന്നു. പൂച്ചയെ രക്ഷിക്കാൻ മൃഗസ്നേഹികളും എത്തിയിരുന്നു. പുതിയ ക്രെയിൻ കൊണ്ടുവന്ന് വൈകിട്ട് 4:30 വീണ്ടും രക്ഷാദൗത്യം ആരംഭിച്ചെങ്കിലും പൂച്ചയെ കണ്ടെത്തി വലയിലാക്കാനായില്ല. വീണ്ടും രക്ഷാദൗത്യം ആരംഭിച്ചപ്പോൾ മെട്രോ വൈദ്യുതി ബന്ധങ്ങൾ കുറച്ചുനേരം നിർത്തിവെച്ചിരുന്നു. അപ്പോൾ ജനങ്ങളുടെ ഒരു ഇതും കൂടെ സുരക്ഷ കൂടെ നോക്കണമല്ലോ. അവരുടെ യാത്രാ സൗകര്യം തടസ്സപ്പെട്ടുകൊണ്ട് 11 മണിക്ക് അവർ പൂർണ്ണമായിട്ട് ഓഫ് ചെയ്യുന്നു പറയുന്നു. രാത്രി 11 മണിക്ക് പൂച്ചയ്ക്ക് ആരോഗ്യക്കുറവും പൊതുവെ കാണുന്നില്ല. പൂച്ച അതിൽ ഓടിക്കളിക്കുന്നതായിട്ട് കണ്ട് അപ്പോൾ ഞങ്ങൾ 11 മണിക്ക് റെസ്ക്യൂ വീണ്ടും ആരംഭിക്കാനുള്ള പ്ലാനിലാണ് നിൽക്കണം. സ്റ്റേഷനുള്ളിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ കൂടെ ജമ്പ് ചെയ്ത് അതിൻ്റെ മുകളിൽ വന്നതിന് ശേഷം അത് റെയിലിൽ കൂടെ വരും. റെയിലൂടെ വന്നതിന് ശേഷം അത് അവിടെ നിന്ന് മുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചാടുന്നതാണ്. പക്ഷേ ലക്കിലി അതിന് ഒരു തരത്തിൽ ഇലക്ട്രിക്കൽ ഷോക്കിങ് ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ കാലിലെന്തോ പറ്റിയിട്ടുണ്ട് സംഗതി. പക്ഷേ എന്നാലും അത് ജമ്പ് ചെയ്തപ്പോൾ അത് ഇവിടെ എത്തിയേക്കുന്നതാണ്. ഇനി അതിന് മുകളിലോട്ട് പോകാൻ പറ്റില്ല. ഇതിനിടെ അവശ നിലയിലുള്ള പൂച്ചയുടെ ദൃശ്യങ്ങളും പുറത്തു വന്നതോടെ വേഗത്തിൽ രക്ഷാപ്രവർത്തനം നടത്തണമെന്ന് മൃഗസ്നേഹികൾ ആവശ്യപ്പെട്ടു. ജനം, കൊച്ചി. ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് കരുണാകരൻ തത്സമയം ചേരുന്നുണ്ട്. ജിജീഷ്, മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം വൈകും എന്നാണ് ഇപ്പോൾ അറിയുന്നത്. കനത്ത മഴയായതിനാൽ കാലാവസ്ഥ അനുകൂലമെങ്കിൽ മാത്രം രക്ഷാദൗത്യം എന്നാണ് ഫയർഫോഴ്സ് അറിയിച്ചിരിക്കുന്നത്. മെട്രോ സർവീസ് നിർത്തിയ ശേഷം മരപ്പട്ടിക്കുള്ള കൂട് വെച്ച് മടങ്ങാനാണ് നിലവിൽ തീരുമാനം. രക്ഷാദൗത്യം 11 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചത്. രക്ഷാദൗത്യം ഇന്ന് നടക്കുമോ? എന്താണിപ്പോൾ അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ജിജീഷ് കരുണാകരൻ. അന്നമ്പേർ, രക്ഷാദൗത്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 11 മണിക്ക് ആരംഭിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. എങ്കിൽ കൂടി പ്രതികൂലമായ കാലാവസ്ഥയുടെ സാഹചര്യത്തിൽ ഫയർഫോഴ്സ് സംഘം വ്യക്തമാക്കുന്നത് മഴ പെയ്ത് തെന്നുന്ന വഴുക്കലുള്ള ഒരു സ്ഥിതിയിലാണ് ഈ ഭാഗങ്ങളെല്ലാം തന്നെ ഉള്ളത്. അവിടെ കയറി ഒരു രക്ഷാദൗത്യം എത്രമാത്രം ദുഷ്കരമാകുമെന്ന് പറയാൻ കഴിയില്ല ഈ ഒരു ഘട്ടത്തിൽ മഴ തുടർച്ചയായി പെയ്യുമ്പോൾ. മാത്രമല്ല മെട്രോ സർവീസ് പൂർണ്ണമായും നിർത്തിയതിന് ശേഷം വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ട് അക്കാര്യം ഫയർഫോഴ്സിനെ മെട്രോ അധികൃതർ അറിയിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഫയർഫോഴ്സ് സംഘം എത്തുക എന്നതാണ് മറ്റൊരു കാര്യം. മാത്രമല്ല ഇന്ന് രാവിലെയും ഒപ്പം തന്നെ വൈകുന്നേരവും എല്ലാം തന്നെ നടന്ന രക്ഷാദൗത്യത്തിലേതുപോലെ നേരിട്ട് പിടികൂടാനുള്ള അല്ലെങ്കിൽ വലയിട്ട് പിടികൂടാനുള്ള ശ്രമങ്ങളായിരിക്കില്ല. പകരം ഒരു കൂട് സ്ഥാപിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അത് നേരത്തെ മരപ്പട്ടിക്ക് അടക്കം ഉപയോഗിച്ചിട്ടുള്ള ഒരു കൂടാണ്. ഫയർഫോഴ്സിൻ്റെ കൈവശമുള്ള മരപ്പട്ടിയെ പിടിക്കുന്നതിനെല്ലാം തന്നെ ഉപയോഗിച്ചിട്ടുള്ള കൂടാണ്. ആ കൂട് മുകളിൽ സ്ഥാപിച്ച ശേഷം ഒരുപക്ഷെ അതിനകത്തേക്ക് ഏതെങ്കിലും ഭക്ഷണം വെച്ചു കൊടുത്തോ മറ്റോ രീതിയിൽ ആ കൂട്ടിലേക്ക് പൂച്ച കയറുന്ന രീതിയിലുള്ള തരത്തിലായിരിക്കും കൂട് സ്ഥാപിക്കുക. അക്കാര്യങ്ങളെല്ലാം തന്നെ ഫയർഫോഴ്സ് സംഘം വന്നതിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാവുകയുള്ളൂ. പൂർണ്ണമായും വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന് ശേഷം മെട്രോ അധികൃതർ അറിയിക്കുകയാണെങ്കിൽ വലിയ ഒരു ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തി തന്നെയായിരുന്നു ഈ രക്ഷാദൗത്യങ്ങൾ പുരോഗമിച്ചിരുന്നത്. കാരണം 13 ദിവസത്തോളമായി ഒരു പൂച്ച, സുഭാഷ് എന്നാണ് അതിനെ ആളുകൾ വിളിച്ചിരുന്നത്. ഈ പ്രദേശത്തുള്ള ആളുകൾ അല്ലെങ്കിൽ ചുറ്റുവട്ടത്തുള്ള ആളുകൾ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ അടക്കം വിളിച്ചിരുന്നത്. അവർ ഈ ഒരു ഭാഗത്ത് വെച്ചാണ് അത് പല ഭാഗങ്ങളിൽ അതിൻ്റെ സൈഡിലൂടെ എല്ലാം നടന്നു പോകുന്നത് പൂച്ചയെ കാണുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് രക്ഷപ്പെടാൻ മറ്റു മാർഗമില്ലാതെ പെട്ടുപോയതാണ്. അങ്ങനെ വീണ്ടും ആ ഒരു പരിസരത്തിലൂടെ നടക്കുകയാണ് എന്ന് അങ്ങനെ മൃഗസ്നേഹികളടക്കം ഇക്കാര്യത്തിൽ ഇടപെട്ടു. അവർ ഫയർഫോഴ്സിനെയും മറ്റ് അധികൃതരെയും എല്ലാം തന്നെ അറിയിച്ചു. ഫയർഫോഴ്സ് ഇന്ന് രാവിലെ വന്നതിന് ശേഷം ക്രെയിൻ വെച്ച് അതിന് മുകളിൽ കയറി പൂച്ചയെ പിടിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു നടത്തിയത്. അതിനിടയിൽ ആദ്യത്തെ ക്രെയിനിന് ചില സാങ്കേതിക തകരാറുകൾ സംഭവിച്ചു. പിന്നീട് മറ്റൊരു ക്രെയിൻ കൊണ്ടുവന്ന് അതിന് മുകളിലേക്ക് എത്തി. എന്നാൽ അവർ വ്യക്തമാക്കുന്നത് സാധാരണ മറ്റൊരു ജീവിയെ പിടിക്കുന്നത് പോലെ പൂച്ചയാണ്, അത് അടങ്ങിയിരിക്കില്ല, പെട്ടെന്ന് ഓടിക്കളയുകയോ അല്ലെങ്കിൽ എതിർത്തുകൊണ്ട് അതിനെ ആക്രമിക്കാൻ വരുന്നതാണ് എന്ന് കരുതിക്കൊണ്ട് പ്രതികരിക്കുകയോ എല്ലാം ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു നിശ്ചിത സ്ഥലത്ത് കണ്ടാൽ അവിടെ തന്നെ ചെന്ന് പിടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് അടുത്ത സ്ഥലത്തേക്ക് പൂച്ച ഓടി മാറുന്ന ഒരു
രീതിയാണ് കാണുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകിട്ട് രക്ഷാദൗത്യത്തിലും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. പൂച്ചയെ ഉള്ള സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ ഹോളുകളിലൂടെയും സമീപ ഭാഗങ്ങളിലൂടെയും എല്ലാം തന്നെ പൂച്ച മറ്റൊരു ഭാഗത്തേക്ക് അതിനെ ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ആക്രമിക്കാനോ എല്ലാം വരുന്നതാണ് എന്ന ധാരണയിൽ പൂച്ച മാറിക്കളയുകയായിരുന്നു. അവശ നിലയിലായിരുന്നു ആദ്യം ഉണ്ടായിരുന്നത് പൂച്ച. പിന്നീട് അതിൻ്റെ ആരോഗ്യനില മെച്ചപ്പെട്ട രീതിയിലാണ് വൈകിട്ടെല്ലാം കാണുമ്പോൾ എന്ന കാര്യമാണ് ഫയർഫോഴ്സ് അധികൃതർ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പൂച്ചയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അതിൻ്റെ ജീവന് അപകടത്തിലാവാത്ത രീതിയിൽ ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത രീതിയിൽ പൂർണ്ണമായും ഈ രക്ഷാദൗത്യം വിജയിപ്പിച്ചെടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അറിയേണ്ടത് ഈ സുഭാഷ് സുരക്ഷിതനാണോ എന്നുള്ളതാണ്. ഇപ്പോൾ അവിടെ കൂട് വെക്കുന്നുണ്ട്, അതൊക്കെ നല്ല കാര്യം തന്നെ. പക്ഷേ ഈ സുഭാഷിന് അനക്കമുണ്ടോ എന്നുള്ളതാണ്, സുഭാഷിൻ്റെ മൂവ്മെൻ്റ് ഉണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അന്നേരം ഈ ഒരു ഘട്ടത്തിൽ സുഭാഷിനെ കുറിച്ച് യാതൊരു വിവരവുമില്ല എന്ന് തന്നെയാണ്. സുഭാഷ് ഏതോ ഒരു മൂലയ്ക്ക് മാറി നിൽക്കുകയോ അല്ലെങ്കിൽ ഈ ഒരു തണുപ്പത്ത് കനത്ത മഴയത്ത് അതിന് മറ്റൊരു സുരക്ഷിത താവളം എന്ന രീതിയിൽ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മാറിയിട്ടുണ്ടാകും. എങ്ങനെയാണ് ഇനിയും ഈ ഒരു ഫയർഫോഴ്സ് സംഘം വന്നാലും പെട്ടെന്ന് സുഭാഷിനെ കണ്ടുപിടിക്കുക എന്നതുപോലും പറയാൻ കഴിയാത്ത വിധത്തിൽ. കാരണം സാധാരണ ആളുകൾ ഇവിടെ നിൽക്കുമ്പോൾ ഈ ഭാഗത്ത് പൂച്ചയെ കാണാറുണ്ട്, അവിടെയെല്ലാം നടക്കുന്നതായിട്ടെല്ലാം കാണുന്ന ആളുകളുണ്ട്, അവരെല്ലാം അത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ഇപ്പോൾ എവിടെയും നമ്മുടെ ക്യാമറകളടക്കം അങ്ങോട്ടേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്, ആ ഭാഗത്തേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ട്. ആ സ്ഥിരം അത് നടക്കുന്ന ഭാഗങ്ങളിൽ ഒന്നും തന്നെ പൂച്ചയില്ല, സുഭാഷ് ഇല്ല. ഒരു പക്ഷേ മറ്റേതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് മാറിയിട്ടുണ്ടാകും എന്നാണ് ഇപ്പോൾ കരുതുന്നത്. ഏതായാലും ആ ഒരു പരിസരം വിട്ട് അതിന് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ കഴിയില്ല എന്ന കാര്യവും ഫയർഫോഴ്സ് അധികൃതർ പറയുന്നുണ്ട്. കാരണം എളുപ്പമല്ല ചാടി മുകളിലേക്ക് കയറുകയോ അല്ലെങ്കിൽ മെട്രോയുടെ തൂണിൻ്റെ ഭാഗത്തേക്ക്, മെട്രോ കടന്നു പോകുന്ന മെട്രോ റെയിലിൻ്റെ ഭാഗത്തേക്ക് എത്തുക. കാരണം അത് കൂടുതൽ അപകടകരവുമാണ്, ഷോക്കടിക്കാനുള്ള സാധ്യതയുണ്ട് പൂച്ച അങ്ങോട്ടേക്ക് കയറി പോവുകയാണെങ്കിൽ. എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അങ്ങനെ പോകാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല. അതുകൊണ്ട് തന്നെ ഈ പില്ലറിൻ്റെ മുകളിൽ അതിൻ്റെ ഒരു ഭാഗത്തായി പൂച്ച ഇപ്പോഴും ഉണ്ട്, സുഭാഷ് ഇപ്പോഴും ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഈ രക്ഷാദൗത്യം വിജയിപ്പിച്ചെടുക്കുക, രക്ഷാദൗത്യം പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുക എന്നത് ഫയർഫോഴ്സിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിലും അനിമൽ റെസ്ക്യൂ ടീമിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും ആളുകളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിലും എല്ലാം തന്നെ ഏറ്റവും പ്രധാനമാണ്. കാരണം ഓരോ ജീവനും വിലപ്പെട്ടതാണ്, ഓരോ ജീവിയുടെയും ജീവൻ വിലപ്പെട്ടതാണ് എന്ന ഒരു സിദ്ധാന്തത്തിൽ അല്ലെങ്കിൽ ആ ഒരു ചിന്താഗതിയിൽ വെച്ച് നോക്കുമ്പോൾ എല്ലാ സന്നാഹങ്ങളോടുകൂടി തന്നെയാണ് പൂച്ചയെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അല്പസമയമാണെങ്കിൽ പോലും മെട്രോ അതിനുവേണ്ടി സർവീസുകൾ നിർത്തിവെച്ചു, വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചു കൊണ്ടുപോലും പൂച്ചയുടെ ജീവൻ രക്ഷിക്കാനുള്ള, അതിനെ സുരക്ഷിതമായി പിടികൂടി താഴത്തിറക്കാനുള്ള ശ്രമങ്ങളെല്ലാം തന്നെ നടത്തുകയും എല്ലാം ചെയ്തു. എന്നാൽ അതൊന്നും വിജയം കണ്ടില്ല. ഇനി അങ്ങോട്ട് പോകുമ്പോൾ തുടർന്ന് അങ്ങോട്ട് ഇനിയുള്ള രക്ഷാദൗത്യങ്ങൾ എങ്ങനെയായിരിക്കും മുന്നേറുക എന്നതാണ് ഏറ്റവും പ്രധാനം. എന്നാൽ കൃത്യമായി ഭക്ഷണം എത്തിക്കുന്നുണ്ട്. ഇന്ന് ഫയർഫോഴ്സ് സംഘം മുകളിൽ ചെന്നപ്പോഴും പൂച്ചയ്ക്കുള്ള ഭക്ഷണം കൊണ്ടുപോയിരുന്നു. അതിൻ്റെ ആരോഗ്യ പ്രശ്നം കാരണം മറ്റൊരു ഭക്ഷണം കണ്ടെത്തുക എന്നതെല്ലാം വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മുകളിൽ അത്തരത്തിലുള്ള ഒരു സ്ഥലത്താണ് നിൽക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ഏതാണ്ട് ചിലപ്പോൾ 12 മണിയോടെ ഫയർഫോഴ്സ് സംഘം ഒരുപക്ഷെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ച ശേഷം തുടർ നടപടിയിലേക്ക് കടക്കുകയായിരിക്കും ചെയ്യുക. നിലവിൽ ഇപ്പോൾ രക്ഷാദൗത്യങ്ങളൊന്നും തന്നെ ആരംഭിച്ചിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊച്ചി മെട്രോ നൽകുന്ന നിർദ്ദേശങ്ങൾ അവരുടെ ഒരു അറിയിപ്പ് അനുസരിച്ച് മാത്രമായിരിക്കും തുടർ നടപടിയിലേക്ക് ഫയർഫോഴ്സ് സംഘം കടക്കുകയുള്ളൂ. കാരണം അവരുടെ സുരക്ഷ കൂടി കരുതേണ്ടതുണ്ട്. ഈ പ്രതികൂലമായ കാലാവസ്ഥ തരണം ചെയ്ത് വേണം ഇതിന് മുകളിലേക്ക് കയറുന്നതിന് വേണ്ടി ക്രെയിൻ ഉപയോഗിച്ച് മുകളിലേക്ക് കയറണം. ആ കടന്ന് നിൽക്കാനുള്ള ഭാഗം എന്ന് പറയുന്നതെല്ലാം വലിയ തെന്നലുള്ള ഭാഗങ്ങളാണ്. അതിൻ്റെ എല്ലാം സൈഡിലൂടെ നടന്ന് വേണം ഈ ഒരു രക്ഷാദൗത്യത്തിൻ്റെ ഭാഗമായി ഫയർഫോഴ്സ് സംഘത്തിന് കടന്നു പോകാൻ. സുഭാഷ് എന്ന ആ പൂച്ച ജീവനോടെ തിരിച്ചു വരുമോ എന്ന് കണ്ണിലെണ്ണയൊഴിച്ച് കാത്തിരിക്കുകയാണ് മൃഗസ്നേഹികൾ. കൊച്ചിയിലെ മൃഗസ്നേഹികൾ മെട്രോ പില്ലറിൽ കുടുങ്ങിയ പൂച്ചയെ രക്ഷപ്പെടുത്താനുള്ള ദൗത്യം വൈകുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ജിജീഷ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരും സഹകരിക്കുകയാണ്. ജിജീഷ് പറഞ്ഞതുപോലെ ഒരു മൃഗമാണെങ്കിലും അതിൽ ജീവനുണ്ട്, ആ ജീവന് എല്ലാവരും വില കൊടുക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കാത്തിരിപ്പ്. സുഭാഷിനെ രക്ഷിക്കാനുള്ള ദൗത്യം അത് കനത്ത മഴയായതിനാൽ അത് ദുഷ്കരമായി മാറിയിരിക്കുകയാണ്. എങ്കിലും സുഭാഷ് ജീവനോടെ തിരിച്ചെത്തും, താഴെ ഇറങ്ങും
എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം.